എൻ്റെ നാട് തിരൂരാണ്. അപ്പോൾ തിരൂര് ഒരുപാട് ട്രഡീഷണൽ ബിസിനസ്സസ് ഉണ്ട്. നിലവിൽ അവർ ഒരു ബുക്ക് കീപ്പിങ്ങും അങ്ങനത്തെ സാധാരണ നിലയിലാണ് കണക്കെഴുതി കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്യാപ്പാണ് എക്സാക്ട്ലി ഞങ്ങൾ ഫില്ല് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞിലെ മുതൽ ബിസിനസ്സാണ് സ്വപ്നം കാണുന്നത്. പക്ഷെ അത് കുറച്ച് കാലം മുന്നോട്ട് പോയിട്ടുള്ളൂ. എന്തൊക്കെ പഠിച്ചാലും ബിസിനസ് ചെയ്യും. ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലവേറ്ററിന്റെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ബികോം കഴിഞ്ഞൊരു കുട്ടി വരും. എന്ത് പഠിപ്പിക്കും? അപ്പോൾ ഞങ്ങൾ മെയിൻലി സോഫ്റ്റ്വെയർസ് ആണ് പഠിപ്പിക്കുന്നത്. തിയറി ഇല്ല. ഇപ്പം നമ്മൾ ചെറുപ്പം മുതലേ എക്സലൊക്കെ പഠിക്കുന്നുണ്ട്. ആ എക്സൽ നമ്മൾ എവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എവിടെയാണ് അറിയില്ല. എല്ലാവരും വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ കൊടുന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ള ടാലന്റുകൾ ഇവിടെ ഇല്ലാത്തത് ഭയങ്കര ഇഷ്യൂ ആണ്. പലരും ബിസിനസ്സുകാരനാണ്, പക്ഷെ MBA കാരനല്ല. അവർക്ക് ഒരുപാട് ടെക്നോളജി ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു +2 കഴിഞ്ഞ ആൾക്ക് അവന് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് അവൻ പഠിച്ചിറങ്ങുമ്പോൾ എന്റർപ്രണർ ആയിട്ട് ഇറങ്ങാൻ പറ്റും. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു മലപ്പുറം സ്വദേശിയാണ്. എല്ലാ കച്ചവടക്കാരും നിർബന്ധപൂർവ്വം കേട്ടിരിക്കേണ്ട ഒരു സ്പാർക്കിന്റെ അടിപൊളി എപ്പിസോഡാണ് ഇതെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാം. അതെന്താണെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സോ നമുക്കിന്ന് സ്വാഗതം ചെയ്യാം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് മുക്താറിനെ. സ്വാഗതം മുക്താർ. മലപ്പുറത്താണ് ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു. മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കച്ചവടക്കാരുള്ള ഒരു സ്ഥലമാണ്. ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? ഞാൻ സ്കൂളിംഗ് ഒക്കെ തിരൂർ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോയമ്പത്തൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. എന്താ പഠിക്കാൻ പോയി? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നത്. അടിപൊളി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പോയില്ല? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ പ്ലേസ്ഡ് ആവാണ് ഉണ്ടായത്. അതൊരു ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലവേറ്ററിന്റെ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സെയിൽസ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് പോസ്റ്റിലാണ് ഞാൻ പ്ലേസ്ഡ് ആയിരുന്നത്. അല്ല, സെയിൽസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൽസും അതിൻ്റെ കൂടെ നമ്മൾ സൈറ്റ്സിന് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുക, അത് വാലിഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ ആക്ടിവിറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫീൽഡ് വിടാൻ കാരണം ഒന്നാമത്തെ റീസൺ 9 to 5 ഒരു ജോബായിരുന്നു. ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. എന്താന്ന് പറഞ്ഞാൽ എറണാകുളം ക്യാമ്പ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സ് കവർ ചെയ്യുന്ന ഒരു ജോബ് റോളായിരുന്നു. ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺസോ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സംരംഭകനാകുന്ന ആഗ്രഹം അന്നൊക്കെ ഉണ്ടോ? ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കോ-ഫൗണ്ടർ എൻ്റെ കസിൻ ബ്രദറും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലേ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ഐഡിയാസ് പറയും. കുറേ ഐഡിയാസ് നമ്മൾ അതിനുള്ള ഏർലി സ്റ്റേജ് പരിപാടികൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഞങ്ങൾ ചെറിയ ബിസിനസ്, കൊച്ചു ബിസിനസ്സുകളൊക്കെ ചെയ്യായിരുന്നു. നിങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞിലെ മുതൽ ബിസിനസ്സാണ് സ്വപ്നം കാണുന്നത്. എന്തൊക്കെ പഠിച്ചാലും ബിസിനസ് ചെയ്യും. എന്താ പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരെയും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നേരെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയോ? ഞാൻ ഇവിടെ എലവേറ്റർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ആ ജോലി റിസൈൻ ചെയ്തതിന്റെ ശേഷം ഞാൻ UAE ദുബായിലേക്ക് പോകാനുള്ള ഒരു എൻ്റെ ഫാദറിന്റെ ബ്രദർ പ്രവാസി. അതാണ് നമ്മൾ അവിടുത്തെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നോട് ഒരു സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ പറഞ്ഞത്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഞാൻ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് 2014. അത് ജോയിൻ ചെയ്തപ്പോൾ ഒരു 6 മാസത്തെ കോഴ്സ് ആയിരുന്നു. SAP എന്ന് പറഞ്ഞുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ സോഫ്റ്റ്വെയർ ഞാൻ പഠിക്കുകയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ദുബായിലേക്ക് പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിച്ചു. പിന്നെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രീൻ്റെ ചെറിയ ഒരു ബേസിക്സ് ഒക്കെ നമുക്ക് മനസ്സിലായി. അപ്പം അവിടുത്തെ ഡയറക്ടേഴ്സിനെ, അതിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സിന് ഞങ്ങളെ ഇപ്പം എന്നെ പ്രത്യേകിച്ച് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അവരൊരു ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ച് കാലം മുന്നോട്ട് പോയിട്ടുള്ളൂ. കോഴിക്കോട് തന്നെയായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം മുന്നോട്ട് പോയി. പിന്നെ അത് പ്രോപ്പർലി ക്ലോസ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അപ്പോൾ ഞങ്ങളൊരു പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അത് 2015 സ്റ്റാർട്ട് ചെയ്തത്. പ്രവാസി ആവില്ലാന്ന് തീരുമാനിച്ചു. ഇതിലൊരുപാട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ടായിരിക്കും ഈ പ്രവാസി ആകണ്ടേ? നമ്മൾ കോഴ്സ് പഠിക്കാൻ പോയത് തന്നെ പ്രവാസത്തിലേക്ക് പോകാനാണ്. ദുബായിക്ക് പോകുമ്പോൾ നമുക്കൊരു അടിത്തറ ഉണ്ടാവാനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പം ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്നു ഉണ്ട്. പിന്നെ ഡയറക്റ്റ് നമുക്ക് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ
ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുകൂടാതെ ഒരു ഓൺട്രപ്രണർഷിപ്പിൽ ഒരു സ്റ്റെപ്പല്ലേ, അപ്പോൾ അത് എടുക്കാന്നുള്ള പണ്ടേ മുതലുള്ള അത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകാന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2015 ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഫസ്റ്റ്. ബീറ്റ് എന്നാണ് നമ്മളെ ബ്രാൻഡ് നെയിം. അപ്പം അതിൽ നമ്മൾ എന്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ഉണ്ട്, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. CRMകൾ പഠിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ERPs പഠിപ്പിക്കുക. ഇപ്പോൾ മാർക്കറ്റിന് ഡിമാൻഡബിൾ ആയിട്ടുള്ള ടാലൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു കച്ചവടക്കാരൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് CRM എന്താണ്, SAP എന്താണ്, അല്ലെങ്കിൽ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുകയാണ്. കച്ചവടക്കാരനും ഒരു ഫ്രഷറും വന്നിട്ട് പഠിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പഠിച്ചതുപോലെ അവർക്ക് ജോബ് മാർക്കറ്റിലേക്ക് പോകാനുള്ള ടൈം ഡ്യൂറേഷൻ കുറക്കാന്നുള്ള ആക്ടിവിറ്റി ഞങ്ങൾ എക്സാക്ട്ലി ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു ഫ്രഷറായിട്ടുള്ള ഒരാൾ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് കുറേ ഹഡിൽസ് ഉണ്ട്. ആ ഹഡിൽസിന് നമ്മൾ ഒഴിവാക്കുക, അവരെ ടൈം ഗ്യാപ്പ് കുറക്കുക, അതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആപ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരാളുടെ നീഡിനെ മറ്റേയാളുടെ വാണ്ടിനെ നിങ്ങൾ മിക്സ് ചെയ്യാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നു, ആ കുട്ടിക്ക് നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ഡിഗ്രി BCom കഴിഞ്ഞൊരു കുട്ടി വരും, എന്ത് പഠിപ്പിക്കും? ഇപ്പം ഡിഗ്രി BCom കഴിഞ്ഞ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻലി സോഫ്റ്റ്വെയർസ് ആണ് പഠിപ്പിക്കുന്നത്, തിയറി ഇല്ല. കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർസ് മാർക്കറ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള, ഇപ്പോൾ GCCയിലൊക്കെ മാർക്കറ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് Zoho Books, മൈക്രോസോഫ്റ്റിൻ്റെ അഡ്വാൻസ്ഡ് എക്സൽ, പവർ BI, SAP, ഇങ്ങനത്തെ ടൂൾസ്. ഇപ്പോൾ ഇപ്പം നമ്മൾ ചെറുപ്പം മുതലേ എക്സലൊക്കെ പഠിക്കുന്നുണ്ട്. ആ എക്സൽ നമ്മൾ എവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല, എവിടെയാണ് അറിയില്ല. അപ്പോൾ അത് എവിടെയാണ് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് നമ്മൾ ഒരു എന്റർപ്രൈസസിൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് വരുന്ന ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഓൺട്രപ്രണർ വരുവാണെങ്കിൽ ഇത് പഠിക്കുകയും ചെയ്യാം, ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടീനെ ജോബിന് കിട്ടുകയും ചെയ്യും. എക്സാക്ട്ലി. അത് അടിപൊളി കോൺസെപ്റ്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ നാട് തിരൂരാണ്. അപ്പോൾ തിരൂര് ഒരുപാട് ട്രഡീഷണൽ ബിസിനസ്സസ് ഉണ്ട്. അപ്പം ആ ട്രഡീഷണൽ ബിസിനസ്സിൽ അവർ നിലവിൽ അവർ ഒരു ബുക്ക് കീപ്പിങ്ങും അങ്ങനത്തെ സാധാരണ നിലയിലാണ് കണക്ക് എഴുതി കൂട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസിൻ്റെ അവയർനെസ്സോ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താലും ഈ ടാലൻറ്റിനെ അവർക്ക് യൂസ് ചെയ്താലും അവരുടെ ബിസിനസ്സിനും അവരുടെ കച്ചവടത്തിനും എത്രത്തോളം ബെനിഫിറ്റ് ആവുന്ന കുറേ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ആ ഗ്യാപ്പാണ് എക്സാക്ട്ലി ഞങ്ങൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പലരും ബിസിനസ്സുകാരനാണ്, പക്ഷെ MBA-കാരനല്ല. അവർക്ക് ഒരുപാട് ടെക്നോളജി ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം ചെയ്യാൻ പറ്റുന്നില്ല. ആ ഗ്യാപ്പ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ആ ഗ്യാപ്പും അതിലേക്കുള്ള ടാലന്റിനെയും നമ്മൾ ഡെലിവർ രണ്ടും ചെയ്യുന്നുണ്ട്. എപ്പോഴും പറഞ്ഞേക്കാം, ഒരു ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു പെയിനാണ് ഒരു ബിസിനസ് എന്നുള്ളത്. ഇത് കച്ചവടക്കാരുടെ എല്ലാവരുടെയും തന്നെ ഒരു പെയിനാണ്, പ്രോബ്ലംസ് ആണ്, ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവരും വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ കൊടുന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് പ്രോപ്പർലി യൂസ് ചെയ്യാനുള്ള ടാലന്റുകൾ ഇവിടെ ഇല്ലാത്തത് ഭയങ്കര ഇഷ്യൂ ആണ്. പൈസ മുടക്കിയിട്ടുണ്ടാവും, പക്ഷെ അത് പ്രോപ്പർലി യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് അധികം പേരുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ട്രെയിനിങ്സിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് ഇപ്പോൾ ടാലൻസിനാണെങ്കിൽ അവർക്ക് നല്ല മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല മെൻറ്റേഴ്സ് ആവശ്യമുണ്ട്. യൂട്യൂബിൽ നോക്കിയാലും ഓൺലൈൻ ട്രെയിനിങ്ങിലും കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പർ മെൻറ്റർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ. അപ്പം ബിസിനസ് തന്നെയാണോ തുടങ്ങിയത്, അതോ പണ്ടത്തെ പാർട്ണർ കൂടെ ഉണ്ടോ? പണ്ടത്തെ പാർട്ണർ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം ഇപ്പം നമുക്ക് നിലവിൽ ബീറ്റിൻ്റെ റീറ്റെയിൽ സെൻറ്റേഴ്സായിട്ട് നമുക്ക് 9 ബ്രാഞ്ചസ് ഉണ്ട്. കേരളത്തിൽ 9 ബ്രാഞ്ചസ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് UAE, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ഓപ്പറേഷൻസ് ഉണ്ട്. 3 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട്. എവിടെയാണ് ബീറ്റ്? നമ്മൾ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്? 2015. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കാലിക്കറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ 300 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 300 സ്ക്വയർ ഫീറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ടായി? 5 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതിൽ 2 എംപ്ലോയീസ് ഞാനും എൻ്റെ കോ-ഫൗണ്ടർ തന്നെയായിരുന്നു. ബാക്കി 3 പേർക്കാണ് പേറോളിലുള്ളത്. 3 പേരാണ് പേറോളിലുള്ളത്. 2015 എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറക്റ്റ് 10 വർഷം. ഈ 10 വർഷം കൊണ്ട് ബീറ്റിന്റെ ഒരു വളർച്ച നോക്കുവാണെങ്കിൽ വളരെ വലിയൊരു വളർച്ചയായിരുന്നു. അതായത് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങി, കീറോളിലുള്ള ആളുകളെ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. 300 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി, 5 എംപ്ലോയീസിൽ തുടങ്ങി, ഇന്ന് 3 രാജ്യത്തും 9 സെന്റേഴ്സുമായിട്ട് ബീറ്റ് വളർന്നു. ഇങ്ങനെ ബീറ്റ് വളരാനുണ്ടായിരുന്ന ഒരു റീസൺ എന്തായി 10 വർഷം കൊണ്ട്? 10 വർഷം കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ എന്ത് പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ
എക്സ്ട്രീമിൽ നമ്മൾ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പണ്ടേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം അറ്റം എന്താണെന്നുള്ളത് കണ്ടെത്താനുള്ള പരിപാടികൾ ഞങ്ങൾ പണ്ടേ ചെയ്യായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഒരു 9 ബ്രാഞ്ചസ് ആവാൻ കുറച്ച് ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പുതിയ ടെക്നോളജി ഇംപ്ലിമെൻ്റ് ചെയ്തു, പുതിയ സോഫ്റ്റ്വെയർസ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തു, പുതിയ ലൊക്കേഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഹൈദരാബാദ്, ചെന്നൈ പോലത്തെ ലൊക്കേഷൻസ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ചെയ്യുക, അതിൻ്റെ അറ്റം എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ബീറ്റിന്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് 2015 തുടങ്ങിയിട്ട്. പിന്നെ ആ ഒരു കോഴ്സിൽ തന്നെ നമ്മൾ നിന്ന് പോയോ അതോ പുതിയ കോഴ്സസ് കൊണ്ടുവന്നോ? ഇല്ല, പുതിയ കോഴ്സസും പുതിയ ടെക്നോളജീസും ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ട് അത് അഡോപ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇപ്പം സോഫ്റ്റ്വെയർസും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സംഭവങ്ങളാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അതിൽ സർട്ടിഫിക്കേഷൻ, അക്രഡിറ്റേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സർവീസ് എടുത്തിരുന്ന ഒരു പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പം അവരായിട്ട് നമ്മളെ ഒരു 1 ഇയർ നമ്മളൊരു ബിസിനസ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് നടത്തിയാലാണ് അവരുടെ റിലേഷൻ പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളായിട്ട് ബിസിനസ് നടത്തിയപ്പം അവർക്ക് തോന്നി നമ്മൾ സൗത്ത് ഇന്ത്യ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ഓപ്പറേഷൻസ് ഞങ്ങൾ ഏൽപ്പിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തീരുമാനത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ B2B ബിസിനസ്സിലേക്ക് എൻ്റർ ആവുകയാണ്. B2B ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാർക്കറ്റാണ്. കേരളത്തിൽ ഇപ്പം നമ്മൾ എറണാകുളം മാത്രം എടുത്താൽ ഒരു 500 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ 500 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, അക്രഡിറ്റേഷൻസ്, സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ B2B സെല്ലിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എളുപ്പമാണ്. അപ്പോൾ B2B, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കും, സർട്ടിഫിക്കേഷൻസ് ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടിയുള്ള ഫാക്കൽറ്റി ട്രെയിനിങ് ചെയ്തു കൊടുക്കും. അതൊക്കെയായിരുന്നു നമ്മളെ ആക്ടിവിറ്റി. അങ്ങനെ ഒരു 100+ ഫ്രാഞ്ചൈസീസ് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി 2017. അടിപൊളി. അപ്പോ അത് ഇപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മളെ അടുത്തുണ്ട്. ഈ 2 ബിസിനസ് വളരെ സക്സസ്ഫുള്ളി പോകുന്ന സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നതും ഈ നമ്മുടെ പുതിയൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. എന്തായിരുന്നു ആ ഒരു പുതിയ തോട്ട്, ഇപ്പോഴത്തെ ആ ഒരു ബിസിനസ് കോൺസെപ്റ്റ്? ഞങ്ങളൊരു കമ്പനി നോക്കുകയാണെങ്കിൽ ഒരു 230+ പേറോളുള്ള ടീം സൈസ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ 230+ ഉണ്ട് നമ്മളെ ടീം സൈസ്. നമ്മൾ UAE ട്രാവൽ ചെയ്യുന്നു, ഒമാനിൽ സൗദിയിൽ ട്രാവൽ ചെയ്യുന്നു. ഇവിടെയൊക്കെ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കുറേ MBAക്കാരുണ്ട്, കുറേ BBAക്കാരുണ്ട്, കുറേ ആൾക്കാർ എന്താ പറയുക ഡിഗ്രി ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊക്കെ എംപ്ലോയബിൾ ആണോ എന്ന് നോക്കിയാൽ നമുക്ക് ഇൻഡസ്ട്രി ഡിമാൻഡബിൾ ആയിട്ടുള്ള അവർക്ക് വേണ്ട സ്കിൽസ് ഇല്ല എന്നുള്ളത് എനിക്ക് എൻ്റെ കോഫൗണ്ടറിനും ഫീൽ ചെയ്തു. അപ്പം നമ്മളൊരു തോട്ടിലാണ് നമ്മളെ ഒരു വിഷനിൽ നമ്മൾ വെച്ചിരുന്നതിന് കോളേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. കോളേജ് ഇപ്പോൾ എല്ലായിടത്തും കോളേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ബീറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു എക്കോസിസ്റ്റം എനേബിളറാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയാണ് ബീറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് ചെയ്യുന്നത്. ബീറ്റ് സ്കൂൾ ഓഫ് ബിസിനസ് എന്താണ് അത് ചെയ്യുന്നത്? കാരണം ഇപ്പം ഒരുപാട് MBA കോളേജസ് നമ്മുടെ നാട്ടിലുണ്ട്, ഫിനിഷിംഗ് കോളേജസ് നമ്മുടെ നാട്ടിലുണ്ട്, ബിസിനസ് പഠിപ്പിക്കുന്ന കോളേജസ് നമ്മുടെ നാട്ടിലുണ്ട്, പ്രാക്ടിക്കൽ ബിസിനസ് ആണ് പഠിപ്പിക്കുന്നത് അവകാശപ്പെടുന്ന കോളേജസ് ഉണ്ട്. ഇവിടെ നിന്നും ബീറ്റ് എന്താ കൊടുക്കുന്നത്? ബീറ്റ് സ്കൂൾ ഒരു സിമ്പിൾ കോൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരാളെടുത്ത് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ കുറേ എല്ലാവരുടെ അടുത്തും ഞാൻ തന്നെ ഒരു 5 ഐഡിയ ഡെയിലി കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആ ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് എന്തായാലും അവൻ കിടന്നുറങ്ങുമ്പോഴെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു. ആ വാലിഡേറ്റ് ചെയ്തിട്ട് അവനക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റർ പൂൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇൻക്യുബേഷൻ ചെയ്ത് കൊടുക്കുന്നു. ഒരു +2 കഴിഞ്ഞ ആൾക്ക് അവന് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഐഡിയ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അതിനൊരു എൻ്റർപ്രൈസായി അതൊരു ബിസിനസ്സായിട്ട് അവൻ പഠിച്ചിറങ്ങുമ്പം അവൻക്കൊരു ടേക്ക് അവേ കിട്ടുന്ന ഒരു പ്രോഗ്രാം, എന്റർപ്രണർ ആയിട്ട് ഇറങ്ങാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളോട് എല്ലാവരും പറയും, ഇപ്പൊ +2 വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി അവൻ അടുത്തൊരു കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ പറയും ആദ്യം നീ ഒരു ഡിഗ്രി എടുക്കുക എന്നിട്ട് ബിസിനസ് ചെയ്യാന്ന് പറയും. ഡിഗ്രി കഴിഞ്ഞിട്ട് മതി ബിസിനസ് ചെയ്യാൻ. ഇത് നമ്മൾ ഡിഗ്രിയും ബിസിനസ്സും ഒരുമിച്ച് പഠിക്കുകയാണ്. എക്സാക്ട്ലി. ഇപ്പൊ അതിന്റെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 11 വർഷമായിട്ട് മാർക്കറ്റിംഗ്, HR, അഡ്മിനിസ്ട്രേഷൻ,
പിന്നെ ടെക്നോളജി, ഇതിലൊക്കെയാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഒരു ബിസിനസ് വേണ്ട 4 ഘട്ടങ്ങൾ, 4 കാര്യങ്ങളും ഞങ്ങൾ 11 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ പുതിയ AI റെവല്യൂഷനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ഡാറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എൻ്റർപ്രൈസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുട്ടികളെ നമ്മൾ അതിനൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാണ്. അപ്പം ഞങ്ങളടുത്ത് തന്നെ ഒരു 24+ ഇൻവെസ്റ്റർ പൂൾ ഉണ്ട്. അപ്പോൾ അവരെടുത്ത് ഫസ്റ്റ് നമ്മളെ ഇൻഹൗസ് ഒരു ഇപ്പോൾ ഞങ്ങൾ അവരെ ഐഡിയ വാലിഡേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റർ പൂളിലാണ് പോവുക. അപ്പോൾ 1 ഇയർ കോളേജ് ഉണ്ടാവുള്ളൂ. 1 ഇയർ അവർക്കുള്ള പ്രോപ്പർ തിയറി മോഡലിലുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവുള്ളൂ. തിയറി മോഡൽ അല്ല, അത് ശരിക്കും റിയൽ വേൾഡ് എക്സ്പീരിയൻസ് പ്രോഗ്രാം എന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. അപ്പോൾ എന്ത് കോഴ്സാണ്? ഡിഗ്രി കോഴ്സാണോ അതോ UG കോഴ്സാണോ? UG ആൻഡ് PG നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ലിമിറ്റ് ഞങ്ങളെ മെയിൻ ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ അടുത്ത് ഒരു ഐഡിയ വേണം, അവനൊരു പാഷൻ വേണം, ഒരു വിഷൻ വേണം അവൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട്. ഇതാണ് ഞങ്ങളെ ബേസിക് ക്രൈറ്റീരിയ. നമ്മുടെ ഇന്റർവ്യൂ പാസ്സാവാൻ ഇച്ചിരി ചെറിയ പാടല്ല. ഞങ്ങൾ 20 സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഒരു ബാച്ചിൽ 20 സ്റ്റുഡൻസ്. എന്തൊക്കെ വേണം ഈ 20 കുട്ടികൾക്ക്? അവർക്ക് എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വേണം, നല്ല സ്റ്റാർട്ടപ്പ് ഐഡിയ വേണം, ഒരു വിഷൻ വേണം, എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും പുള്ളിക്കാരൻ. നമുക്ക് കുറച്ച് മെട്രിക്സസ് ഉണ്ട്, കുറച്ച് അതുകൂടാതെ നമുക്കൊരു ടെസ്റ്റുകളുണ്ട്. അതൊക്കെ പാസ്സായാലാണ് അവനെ നമ്മൾ എൻ്റർ ചെയ്യും, അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ചോദിക്കട്ടെ, ഇപ്പം സാധാരണക്കാരായ ഒരുപാട് കുട്ടികൾ, ഇപ്പം നമ്മൾ പറയുന്ന പോലെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് പൂളിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അവരുടെ ഫാദറോ അല്ലെങ്കിൽ കുടുംബ ബിസിനസ്സിൽ നിന്നുണ്ട്. പക്ഷേ ചെറിയ കുട്ടികൾക്ക്, ചെറിയ കുടുംബ സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്കായിരിക്കും ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ആവശ്യം വരും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത്രയും ഫീസ് എന്ന് പറയുന്നത് വലിയ ഒരു ഇതായിരിക്കും. നമ്മുടെ ഫീസ് സ്ട്രക്ചർ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ അഫോർഡബിലിറ്റി ആണ്. നമ്മൾ ഇപ്പം ഇതൊരു റെവല്യൂഷനാണ്. ഇപ്പം നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം കോവിഡിൻ്റെ ശേഷം വന്ന ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. NEP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിസി തന്നെ നമ്മളെ ഗവൺമെൻറ് കൊടുക്കുന്നത് കോവിഡിൻ്റെ ശേഷമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പം അത് കോവിഡിൻ്റെ ശേഷം ഒരുപാട് റെവല്യൂഷൻ ഈ ഡൊമൈനിൽ വന്നിട്ടുണ്ട്. പിന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും അവർക്ക് എക്സ്പോഷർ മസ്റ്റായിട്ട് വേണം. അപ്പം നമ്മളെ കോഴ്സസിൽ നമ്മളെ ഫീസും അഫോർഡബിൾ ആണ്. അതുകൂടാതെ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ ഉണ്ട്. നമ്മളെ കരിക്കുലത്തിൽ നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത സംഭവമാണ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്. അവരെന്നെ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നു. കാൻഡൻ ഫെയർ പോലത്തെ ഇവന്റുകൾ നമ്മൾ അവരെ കൊണ്ടുപോകുന്നു. ഞാൻ ചോദിക്കാൻ പോലെയാണ്, കാരണം ഒരു വ്യക്തി നിങ്ങളുടെ കോളേജിൽ വരുമ്പോൾ 20 പേരെ എടുക്കുന്നുള്ളൂ. എന്താണ് നമ്മൾ അവിടെ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ ഇവന്റ്സ് അവർ എന്തായാലും മസ്റ്റായിട്ട് അവരെ കൊണ്ട് തന്നെ ഓർഗനൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് എക്സ്ട്രീമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഇവൻ്റാണ് കാൻഡൻ ഫെയർ. കാൻഡൻ ഫെയറിന് ഒരാൾ ഇപ്പം ചൈനയിൽ അടുത്ത 10 വർഷത്തിൽ നടക്കാൻ പോകുന്ന ഐഡിയ ആവും ഈ കാൻഡൻ ഫെയറിന് അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാവും. മുന്നോട്ടാണ്. അപ്പോൾ ആ ഐഡിയ കുട്ടിക്ക് ആ എക്സ്പോഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീമായിട്ട്, അവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, ആ ഐഡിയക്ക് ഗുണമായിട്ടുള്ള കുറച്ച് ഇവൻറ്റുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള, അത് കാൻഡൻ ഫെയർ, ജൈറ്റെക്സ്, ദുബായിൽ നടക്കുന്ന ജൈറ്റെക്സ് പോലത്തെ ഇവന്റ്സ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മളെ കരിക്കുലത്തിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾ പഠിപ്പിക്കുന്നത് റിയൽ ലൈഫാണ്, റിയൽ ഓൺട്രപ്രണർ ലൈഫാണ്. ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്താലാണ് അവർ ഈ എക്കോസിസ്റ്റത്തിൽ വരുള്ളൂ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ വഴിമാറി സാധാരണ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോളേജിലെ ഒരു കംഫർട്ട് സോൺ എക്കോസിസ്റ്റമാണ്. നമ്മൾ രാവിലെ വരുന്ന എക്സാം ഓറിയന്റഡ് എന്തൊക്കെ പഠിപ്പിക്കുന്നു, എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്. ഇത് നമുക്ക് കുട്ടികളെ നമ്മൾ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിലിടുന്നു. അവർ പ്രോപ്പർലി ഇങ്ങനത്തെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു. ഒരു ഓൺട്രപ്രണർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഉണ്ടാവുമല്ലോ, അത് അവർ മസ്റ്റ്ലി അതിലൂടെ കടന്നു പോയാലാണ് അവർക്ക് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അന്ന കേട്ടിട്ടുണ്ടാവും, കാൻഡൻ ഫെയറിന് നമ്മൾ ഒരുപാട് പാക്കേജസും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. എക്സാക്ട്ലി, ചൈനയ്ക്ക് ടൂർ പോകുന്ന പോലെയാണ് കുറേ ആൾക്കാർ പോകുന്നത്. ഇപ്പം നമ്മളെ കരിക്കുലത്തിൽ ഈ കുട്ടിന് ഒരു +2 കഴിഞ്ഞ ആൾ, ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾ, അവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം നമ്മളെ ഒരു ടീമാണ്. ആ ടീമിൽ അവൻ്റെ ഒരാളുടെ ഐഡിയക്ക് വേണ്ടി ഡിഫറെൻറ്റ് ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഐഡിയനെ നമ്മൾ കാൻഡൻ ഫെയറിൽ പോയിട്ട് നമ്മൾ നോക്കുമ്പം അതിന് കുറേ എക്സ്പോഷർ കിട്ടും. ആ ഐഡിയക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, ടെക്നോളജി കിട്ടും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഞാൻ ഫസ്റ്റ് കാൻഡൻ ഫെയറിന് പോയപ്പം എൻ്റെ അടുത്ത് ഒരു പ്ലാനും ഇല്ലായിരുന്നു. കാൻഡൻ ഫെയറിന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പം ഞാനും പോയപ്പോൾ കാൻഡൻ ഫെയറിന് പോയി.
എന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കി ക്യാൻഡൻ ഫയർ. എന്താ ചെയ്യണം എന്നറിയില്ല, കുറേ ഐഡിയാസ് വന്ന് പമ്പ് ചെയ്ത് തുടങ്ങി. അപ്പം ഇത് നമ്മളെടുത്ത് ഒരു ഐഡിയ, എക്സാക്റ്റ് ഒരു ഐഡിയ ഉണ്ട്, ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമുക്ക് ക്യാൻഡൻ ഫെയറിന് പോയാൽ കിട്ടുന്നതാണ്. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പോകണം. ഫോക്കസ്ഡ് ആയിട്ട് പോയാലാണ് ഈ എക്സിബിഷൻസ് ഒക്കെ. അല്ലാതെ ഇവിടെ നടക്കുന്ന പോലത്തെ സാധാരണ നമ്മൾ കുറേ ആൾക്കാരെ വിചാരമാണ് സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിബിഷൻസ് മോഡലിലാണ് അവിടെ നടക്കുന്നതെന്നാണ്. എക്സാക്ട്ലി റോങ് പരിപാടിയാണ് അത്. ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോക്കസ്ഡ് ആയി പോയാൽ നമുക്ക് വേണ്ട സാധനം അവിടുന്ന് കിട്ടുന്ന 100% ഉറപ്പാണ്. ഇൻക്ലൂഡഡ് ആണ്. നെറ്റ്വർക്കിംഗ് ഇവന്റ്സ്, പിന്നെ ഇന്റർനാഷണൽ ഫെയർസ്, അതൊക്കെ എല്ലാം ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം പലപ്പോഴും ഒരു ഓൺട്രപ്രണർ തോൽവിയിൽ നിന്ന് പഠിക്കണം എന്ന് പറയും. ഇപ്പൊ സ്പാർക്കിലെ ഹോട്ട് സീറ്റ് കഥ പറയുന്ന എല്ലാവരും തന്നെ ഒരു 0 to hero സ്റ്റോറിയാണ്. ഒരുപാട് വീണും ഉരുണ്ടൊക്കെയാണ് ഇവർ പിന്നെ വിജയത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടി വീണ്ടും അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി, ഇത്രയൊക്കെ പഠിച്ചു, അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി, അവനൊരു തോൽവി ഉണ്ടാവുകയാണ്. ഇത് ഫേസ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ അവന്റെ കരിക്കുലത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ് സെക്കൻഡ് ഇയറിൽ ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അന്ന് കേട്ടിട്ടുണ്ടോ ഇത്? ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലേസ്മെന്റ്, കോളേജുകളിലൊക്കെ പ്ലേസ്മെന്റുകൾ നടക്കാറുണ്ട്. ഈ ജോബ് റോൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഫൗണ്ടറിന്റെ ഷാഡോ ആയി പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഫൗണ്ടേഴ്സ് ഓഫീസിൽ ആ ജോബ് റോളിൽ വരിക. ഇപ്പം നമ്മളെ കുട്ടികളെ സ്റ്റാർട്ടപ്പുകളുടെ സിഇഒകളുടെ ഓഫീസിലും അവരെ ഫൗണ്ടേഴ്സ് ഓഫീസിലുമാണ് നമ്മൾ വിടുന്നവരെ. അപ്പോൾ അവർക്ക് സ്ട്രാറ്റജി പഠിക്കാൻ പറ്റും, മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിക്കാൻ പറ്റും, പിയർ എന്താണെന്ന് പഠിക്കാൻ പറ്റും, പിന്നെ ചലഞ്ചസ്, ഡിസൈൻ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഒരു ഫൗണ്ടേഴ്സിന്റെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുമ്പം നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, അതായത് ആ ഒരു കോൺസെപ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ കൂടെ ഇദ്ദേഹത്തെ കുറച്ച് നാൾ വിടുകയാണ്. എക്സാക്ട്ലി അതാണ് നമ്മളെ കോൺസെപ്റ്റ് തന്നെ അതാണ്. അപ്പോൾ ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ജോബ് റോള് നമ്മളെ മലയാളികൾക്ക് അധികം ഫെമിലിയർ അല്ലാത്തൊരു സംഭവമാണ്. അപ്പം അതിലേക്ക് വിടുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊരു ഫാമിലി ബിസിനസ് അക്വയർ ചെയ്യാൻ പോണ ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എക്സാക്റ്റ് ഒരു ഓൺട്രപ്രണർ പാസ് ചെയ്യുന്ന എല്ലാ ഇതിലൂടെയും ഇയാളും പാസ് ചെയ്യുന്നുണ്ടാവും, കടന്നു പോകും. അപ്പനും അമ്മയ്ക്കും കൊച്ചിനെ സങ്കടപ്പെടുത്തണ്ടെന്ന് തോന്നിയാലും അവന് ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് എന്തായാലും വരും. കുറെ ചലഞ്ചസ് ആണല്ലോ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഫസ്റ്റ് ഏറ്റെടുക്കേണ്ട സംഭവം. യെസ്. അപ്പൊ അത് എല്ലാ ഇതിലൂടെ കടന്നു പോകുമ്പോൾ കറക്റ്റ് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പല പേരൻസിനും, ഇപ്പൊ എന്റെ അപ്പൻ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും എന്റെ മോള് അങ്ങനെ ഒരു കഷ്ടപ്പാടിലേക്ക് കടന്നു പോകരുതെന്നൊരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള പേരൻസിന്റെ മക്കളായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട്, ജെൻസി ആയിരിക്കും ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പേരൻസിനെ നമ്മൾ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? ഇപ്പോൾ നമ്മൾ പാരൻസ് ആണെന്നുണ്ടെങ്കിലും കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരൻസിന്റെ പെയിനുകളാണ്. അവർ EMI അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടപ്പാടാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളും അവരിതിൽ ഇൻവോൾവ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സും അവർക്ക് കിട്ടുന്ന നോളജും ഉണ്ടാവും. പിന്നെ നമ്മളൊരു ജനറേഷൻ ട്രാൻസ്ഫോർമേഷനും നടക്കില്ലേ. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ കൂടെ കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അവർക്കൊരു എക്സൈറ്റ്മെന്റും ചലഞ്ചസും അവരെ അക്സെപ്റ്റ് ചെയ്താലാണ്, അത് അറ്റൻഡ് ചെയ്താലാണ് അവർക്ക് പ്രോപ്പർലി ഈ കാര്യങ്ങളൊക്കെ പുതിയ നമ്മളെ ഫാമിലി ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ എന്റെ ഫാമിലി ഒരു ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ നിങ്ങളുടെ കോളേജിലേക്ക് വരികയാണ്. അപ്പൊ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്റെ അപ്പൻ എന്നെ അവിടെ കൊണ്ടുപോയി വിടുന്നതും ഈ പറഞ്ഞതുപോലെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ആ കുട്ടിയെ എങ്ങനെയായിരിക്കും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പൊ അന്ന പറഞ്ഞ പോലെ അവർക്ക് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എക്സാക്ട്ലി അവനക്ക് ഉണ്ട്, ഫർണിച്ചർ ബിസിനസ് ആണ്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പും അവനക്ക് ഇപ്പം ഒരാൾക്കാണ് ഒരു അതിൽ പുതിയ ടെക്നോളജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, പുതിയ മെഷീൻസ് എങ്ങനെ യൂസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റർ പൂളും മെന്റേഴ്സ് പൂളും നമ്മളതിൽ അവൈലബിൾ ആണ്.
അപ്പം അത് നമ്മൾ സ്പെസിഫിക് ഡൊമൈൻ മെൻറ്റേഴ്സിന് തന്നെ നമ്മൾ ഇൻഡസ്ട്രി എക്സ്പേർട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ക്യാൻറ്റീൻ ഫെയറിൽ പോയാൽ ആകെ കസേരയും ബെഞ്ചൊക്കെ കാണുള്ളൂ, അതുണ്ടാക്കുന്ന മെഷീൻസ് കാണത്തുള്ളൂ. ശരി, ഓക്കെ ഓക്കെ, അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. കാരണം പലർക്കും ഈ പറഞ്ഞ കൺഫ്യൂസ്ഡ് ആകും പലപ്പോഴും, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അധികം നമ്മൾ ഈ ഫാമിലി ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ ചില ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഡൊമൈനിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫാദർ ചെയ്തു വെച്ച് അതേപോലെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവരെ ആ എക്കോസിസ്റ്റത്തിൽ വിട്ടാലാണ് നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാ പേരൻസും, ഇപ്പോൾ കുറേ പേരൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓവർസീസ് UK പറഞ്ഞയക്കുന്നു, കാനഡയിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷെ അവർ വന്നാൽ ഇവിടെ ബിഗ് സീറോ ആയിട്ടാണ് വരുന്നത്. ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് അവർ ഡെയിലി ഹവേഴ്സിന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികൾ തിരിച്ചു വരുമ്പം സീറോ ആണ്, ഒന്നുമില്ല, ഒരു ടേക്ക് അവേസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മളായിട്ട് തന്നെ കുട്ടികളെ ആ എക്കോസിസ്റ്റത്തിൽ വിട്ടാലാണ് നമുക്ക് കുട്ടികളെ നല്ല പ്രോപ്പർലി നമുക്കൊന്ന് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 11 വർഷമായി എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. 11 വർഷം കൊണ്ട് നമ്മുടെ ജനറേഷൻസ് ഒരുപാട് മാറി. ഇപ്പം മില്ലേനിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 90s കണ്ടിട്ടുണ്ടാവും, ജെൻസിയും ആൽഫയും വരെ കണ്ടിട്ടുണ്ടാകും. ഈ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ ജോബ് റോൾസിലേക്ക് ആളുകളെ വേണ്ട എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ശരിക്കും ഉണ്ടോ? വന്നു ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുമോ? ഇപ്പം നമ്മൾ വന്നുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും എന്നുള്ളത് അത് കറക്റ്റാണ്. ഞാനിപ്പം എൻ്റെ ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ബിഗ് ഫോർസിലൊക്കെ നമ്മൾക്ക് ഒരുപാട് ലേ ഓഫ്സ് കാണും, ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ. അത് എക്സാക്ട്ലി AI വന്നതുകൊണ്ട് കൂടിയാണ്. പക്ഷേ AI കൊണ്ട് ഒരുപാട് പുതിയ ജോബ് റോൾസ് നമ്മൾ കാണുന്നുണ്ട്. പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് റോള്, പ്രോംപ്റ്റ് എഞ്ചിനീയർ. അപ്പോൾ അത് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ജോബ് റോളാണ്. ഇപ്പോൾ എല്ലാ കമ്പനീസിലും ഇനി ഹയർ ചെയ്യാൻ പോകുന്ന ഒരു ജോബ് റോളാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലേക്കുള്ള. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോംപ്റ്റിംഗ് പഠിപ്പിക്കുക. ഇപ്പം നമ്മൾ ChatGPT ആണെന്നുണ്ടെങ്കിൽ, DeepSeek ആണെന്നുണ്ടെങ്കിൽ, Grok ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോംപ്റ്റ് എങ്ങനെ പ്രോപ്പർലി ചെയ്യാന്നുള്ളത് പഠിപ്പിക്കലാണ് ശരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പറഞ്ഞത്. അങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ AI വരുന്നതുകൊണ്ട് നമുക്ക് ജോലി പോവുക എന്നുള്ളത് അത് ഒരു കുറച്ച് കറക്റ്റാണ്. പക്ഷെ അതുകൂടാതെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. പുതിയ നമ്മൾ കേൾക്കാത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. വേറെ കാര്യം ചെയ്യട്ടെ, ഈ ജെൻസിയിലെ പിള്ളേരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാതെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം എൻ്റെ പിള്ളേരെന്ന് പറയും ഞങ്ങളൊക്കെ ജെൻസിയായിട്ട് നന്നായി പണിയെടുക്കുന്നില്ലെന്ന്. പക്ഷെ ശരിക്കും ഇവരുടെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, ജെൻസിയിലെ കുട്ടികളെ നന്നായിട്ട് പണിയെടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും? ജെൻസി, എൻ്റെ ഫീഡ്ബാക്കിൽ ജെൻസി പിള്ളേർ അടിപൊളിയാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നല്ല പ്രൊആക്റ്റീവ്നെസ് ഉള്ള കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ 90s കിഡ്സ് ആണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾക്ക് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ കണ്ടന്റ് കൺസപ്ഷൻ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മളായിട്ട് സംസാരിക്കാൻ വരുന്നത്. നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നതിനേക്കാളും അവർക്ക് അതൊക്കെ ഓൾറെഡി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ കുറേ ഇൻഫോർമേറ്റീവാണ് കുട്ടികൾ. പിന്നെ എല്ലാ ഓർഗനൈസേഷൻ്റെ കൾച്ചർ പോലെ ഇരിക്കും അവരെ മാനേജ് ചെയ്യലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ 11 വർഷമായി 5 സ്റ്റാഫിൽ നിന്നും 230 സ്റ്റാഫിലേക്ക് എത്തി. ഒരു ടീമിനെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ 5 സ്റ്റാഫായിട്ട് തുടങ്ങിയതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റാഫ് എൻ്റെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്. എൻ്റെ കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റാഫ് എൻ്റെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മളത് ഓർഗനൈസേഷനിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അതുകൂടാതെ ഓർഗനൈസേഷൻ്റെ കൾച്ചറിൽ നമ്മൾ പക്ക പ്രോപ്പർലി സെറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അതുകൂടാതെ നമുക്ക് അപ്രിസിയേഷൻസ് കണ്ടിന്യൂസ്ലി, ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അപ്രിസിയേഷൻ മസ്റ്റായിട്ട് ഒരാളെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതെ, ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ജെൻസിയിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്രിസിയേഷൻ ആണ്. നമ്മുടെ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് അവരുടെ സാലറി ഹൈക്കിനേക്കാൾ ഉപരി അപ്രിസിയേഷനും അവർക്ക് അവരെ ഒന്ന് പ്രോപ്പർലി പ്ലേസ് ചെയ്യാന്നുള്ള സംഭവം അവർക്ക് മസ്റ്റായിട്ട് വേണം. അവരൊരു ഡിഗ്നിറ്റി ഉണ്ടാവുമല്ലോ, അത് മിസ്സാവാതെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം എന്താണെങ്കിലും സംരംഭകർക്ക് വളരെ ഗുണം ചെയ്യുന്ന, കാരണം എല്ലാവരും പറയും സംരംഭകർ അത് ചെയ്യണം ഇത് ചെയ്യണം, ഒരു ഓൺട്രപ്രണർ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ
തീർച്ചയായിട്ടും ഒരു ഓൺട്രപ്രണർ കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് മുക്താറിൻ്റേത്. ഒരു സ്പാർക്കുള്ള സ്റ്റോറിയേക്കാൾ ഉപരി കുറേ ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ പറ്റി, ഒരു ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റി. ടെക്നോളജി അറിയില്ലെങ്കിൽ അതിനുള്ള അറിയാവുന്ന കുട്ടികളെ എവിടെ നിന്ന് കണ്ടെത്താമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ ഈ സംരംഭം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഞാൻ അവസാനം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ 300 സ്ക്വയർ ഫീറ്റിൽ 10 വർഷങ്ങൾക്ക് മുന്നേ കാലിക്കറ്റ് 300 സ്ക്വയർ ഫീറ്റിൽ 5 എംപ്ലോയീസ് ആയിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ് ബീറ്റ്. ഇന്ന് നോക്കുമ്പോൾ 230 എംപ്ലോയീസും 9 ഇൻസ്റ്റിറ്റ്യൂഷൻസും 3 രാജ്യങ്ങളുമായിട്ട് ബീറ്റ് ഒരുപാട് വളർന്നു. ഈ ഒരു വളർച്ചയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുക്താറിന് എന്ത് ഫീൽ ചെയ്യും? നമ്മൾ കുട്ടികളായിട്ട് ഡയറക്റ്റ് ആക്സസ് ചെയ്യാന്നുള്ളത് അത് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള, എന്നും നമുക്ക് നമ്മളെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഒരു വൈബ് അറിയാന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ള സംഭവമാണ്. കുട്ടികളെ എന്താ പറയുക, പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴികാട്ടിയാവുക എന്നുള്ളത് തന്നെ ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഇപ്പോൾ 230+ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരെ ഫാമിലി നമ്മൾ കാരണം ഭയങ്കര അവർ ഹാപ്പി ആവുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് തോന്നുന്നത്. 230 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എത്രയോ കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും. ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങി, ഒരുപാട് കുട്ടികൾ നമ്മൾ GCCയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായി കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര പ്രൗഡാണ്. നല്ല പൊസിഷൻസിൽ നല്ല പൊസിഷനിൽ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം മുക്താറിന്റെ പുതിയ സംരംഭവും അതുപോലെ ഒരുപാട് നല്ല സംരംഭകരെ ഉണ്ടാക്കട്ടെ. ഒരുപാട് റിയൽ ലൈഫ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നല്ല കച്ചവടക്കാർ, പലപ്പോഴും കച്ചവടക്കാർക്ക് പറ്റുന്ന കുറേ അബദ്ധങ്ങളാണ് നമുക്ക് സ്റ്റാർട്ടപ്പിൽ ഒരാൾ മെന്ററായിട്ട് പറഞ്ഞു തരാൻ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ. അതൊന്നും ഇല്ലാതെ ഒരു സംരംഭക സൗഹൃദ കേരളത്തിൽ ഒരുപാട് നല്ല സംരംഭകരെ ഉണ്ടാക്കാൻ മുക്താറിനും ബീറ്റിനും മുക്താറിന്റെ പാർട്ട്ണർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.